ശ്രീ പത്മനാഭദാസന്മാരെ ചൊറിയുക എന്നത് ഓരോ കമ്മിയുടെയും ജന്മാവകാശമാണ് എന്ന ധാരണയാണ് ഓരോ കമ്മികൾക്കും. നിലവറകളിലെ ഓരോ തരി നിധി മുതൽ ഒരു തരി മണ്ണ് വരെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച തിരുവിതാംകൂർ രാജകുടുംബം. ആ രാജകുടുംബത്തിന്റെ പേര് ഒന്ന് ഉച്ചരിക്കാനുള്ള യോഗ്യത കേരളത്തിലെ ഏറ്റവും വലിയ തിരുട്ടു കുടുംബത്തിനില്ല എന്ന് അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് തന്റെ ഒരു പോസ്റ്റിലൂടെ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ്. ബിരിയാണി ചെമ്പിലും കൈതോലപ്പായലും കർത്തായുടെ ഡയറിയിൽ വരെ അനധികൃതമായി തൊട്ടടിച്ചു മാറ്റിയ തിരുട്ട കുടുംബത്തിനും സ്തുതിപാഠകർക്കും അതിനുള്ള യോഗ്യതയില്ല. പറഞ്ഞത് ആരെയാണ് എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുതൽ സൈബർ അറ്റാക്ക് നേരിടുന്ന തിരുവിതാംകൂറിലെ തമ്പുരാട്ടിക്ക് ഇതുപോലെയുള്ള പിന്തുണ പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട്. ആ പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം. പുലർച്ചെ മുതൽ നിർത്താതെ കരച്ചിലാണ്. ആര് എന്നല്ലേ? തിരുവിതാംകൂർ രാജകുടുംബമെന്നോ രാജവംശമെന്നോ കേൾക്കുമ്പോൾ തന്നെ വെളിച്ചപ്പാട് തുള്ളുന്ന പുരോഗമനവാദികളും ടീമുകളുമാണ്. കാരണം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്ക് പത്മശ്രീ. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അവർക്ക് ഈ പുരസ്കാരമെന്ന് അറിയാതെ അല്ല ഈ പടപ്പുറപ്പാട്. പിന്നെന്താ? ആർക്കും ഒരു ശല്യവുമാവാതെ, ഒന്നിലും ഇടപെടാതെ പത്മനാഭദാസനായി ജീവിക്കുന്ന ആളുകളെ ചൊറിഞ്ഞ് ശീലിച്ചു പോയതിന്റെ അസ്കിതയാണ്. എഴുത്തിന്റെ ലോകത്തിനു പുറമെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവർ സജീവമായി ഇടപെടുന്നുണ്ട് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. തിരുമുൽക്കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരം. ദ ഡോൺ എന്ന കവിതാ സമാഹാരവും ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ, തുളസി ഗാർലൻഡ്, The മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗദ്യകൃതികളാണ് തമ്പുരാട്ടിയുടെ മറ്റു രചനകൾ. പോയട്രി ക്വാർട്ടർലി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മാക്മില്ലൻ കമ്പനിയാണ് ദ ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി. ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദേവതാ സങ്കല്പങ്ങൾ ഇതെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1998 പ്രസിദ്ധീകരിച്ചു. കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള 33 പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലൻഡ്. ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെ മഹത്വം ഇതിൽ വെളിവാകുന്നു. അത്തരത്തിലുള്ള മഹത്തായ രചനയാണിത്. ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്ത പൂർണ്ണമായും പ്രകടമാക്കുന്ന കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഭാരതീയ വിദ്യാഭവനാണ് ഇതിന്റെ പ്രസാധകർ. ഇത്രമേൽ മൂല്യമുള്ള രചനകൾ എഴുതിയ ആൾക്ക്, അതും ഭാരതീയ പൈതൃകത്തിനും ക്ഷേത്ര സംബന്ധമായ അറിവുകൾക്കും പ്രാധാന്യം നൽകിയ കൃതികളുടെ രചയിതാവിന് സാഹിത്യത്തിന്റെ പേരിൽ പത്മശ്രീ നൽകിയത് സഹിക്കാൻ പുരോഗമികൾക്ക് കഴിയാത്തത് അവരുടെ പേരിനൊപ്പമുള്ള തമ്പുരാട്ടി എന്ന വാലിനോടുള്ള അലർജി തന്നെയാണ്. നവോത്ഥാന നായകർ, അധോലോകത്തിന്റെ വക്താക്കളായി മാറുന്ന, നാട് ഭരിക്കുന്നവർ, നാട് മുടിക്കുന്ന കാട്ടുകള്ളന്മാരായി മാറുന്ന ഇന്നിന്റെ തലസ്ഥാനത്ത് ഒരു മഹാരാജാവ് നിശബ്ദനായി ജീവിച്ചിരുന്നു 1991 വരെ. മുതിർന്ന തലമുറകളുടെ ഭക്ത്യാദരങ്ങളും ഈ തലമുറയുടെ കൗതുകം കലർന്ന നോട്ടങ്ങളും ഏറ്റുവാങ്ങി ഒരു ഇളയ രാജാവ് 2013 വരെ നമുക്കൊപ്പമുണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്ത്. അവരെക്കുറിച്ചുള്ള ഒളിമങ്ങാത്ത ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന 2 സ്ത്രീകൾ. അവർക്ക് വലിയമ്മാവനും ചെറിയമ്മാവനും പങ്കിടുന്ന ഓർമ്മകളെ, അവരുടെ ജീവിത രീതികളെ കീറിമുറിച്ച് ആത്മരതി അടയുന്നവർ കാണുന്നില്ല ചുറ്റും നടക്കുന്ന അഭിനവ നാട്ടരജന്മാരുടെ ഹുങ്കും പത്രാസും ധൂർത്തും. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ആഭാസ താണ്ഡവമാടിയ ആൾ വിദ്യ ആഭാസ മന്ത്രിയും, ജനങ്ങളുടെ നികുതിക്കാശെടുത്ത് 40,000 രൂപയുടെ കണ്ണടവച്ച് ഉന്നത വിദ്യ പകരുന്ന ആളും, പിൻവാതിൽ വഴി കയറിപ്പറ്റി ഇക്കണ്ട വാഴ്സിറ്റികളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരും, നിത്യക്കാഴ്ചയായ ഭരണകാലത്തിന് സിന്താവ വിളിക്കുന്നവർക്ക് ഈ നേരായ വഴി ലഭിച്ച പുരസ്കാരം കണ്ണിന് പിടിക്കില്ല എന്നത് സ്വാഭാവികം. നൂറ്റാണ്ടുകളുടെ സംസ്കാര തുടർച്ചയുള്ള ഇങ്ങേ തലക്കിലെ കണ്ണികളാണ് ഈ 2 തമ്പുരാട്ടി സ്ത്രീകൾ. അവരെ ഇഷ്ടമുള്ളവർ തമ്പുരാട്ടി എന്ന് വിളിക്കട്ടെ, അല്ലാത്തവർ പേരിട്ടും വിളിക്കട്ടെ. കാലത്തിനൊപ്പം മനം കൊണ്ട് സമരസപ്പെടുമ്പോഴും പാരമ്പര്യത്തിന്റെ ലളിതസുന്ദരങ്ങളായ നന്മകൾ വെടിയാൻ രാജകുടുംബാംഗങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് എളിമ അവർക്ക് എന്നും ജീവിതത്തിന്റെ ഭാഗമായതിനാലാണ്. ഭൂതകാലത്തിന്റെ അവശേഷിക്കുന്ന നന്മകളെ പാടെ ഇല്ലായ്മ ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഇനിയൊട്ട് മനസ്സിലാവാനും വഴിയില്ല. അവർക്കെന്നും വേണ്ടത് ഇല്ലാത്ത ജാതീയത ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വോട്ട് തെണ്ടൽ മാത്രമാണ്. അതിനെന്നും വേട്ടയാടാൻ രാജകുടുംബം വേണം. അവരുടെ ആർക്കും ശല്യമാവാത്ത ആചാര അനുഷ്ഠാനങ്ങൾ വേണം, ജീവിതചര്യകൾ വേണം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കാണുന്ന 99% അഭിവൃദ്ധിക്കും കാരണം ഈ രാജകുടുംബമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കോളേജുകളും, മോഡൽ സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വിദ്യാലയങ്ങളും, ആശുപത്രികളും, സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളും തുടങ്ങി ഡ്രെയിനേജ് സിസ്റ്റത്തിന് വരെ കടപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തോടാണ്. നിലവറകളിലെ ഓരോ തരി നിധി മുതൽ ഓരോ തരി മണ്ണ് വരെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ആ കുടുംബത്തിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലുമില്ല കേരളത്തിലെ തിരുട്ടു കുടുംബത്തിനും അവരുടെ സ്തുതിപാഠകർക്കും. പത്മശ്രീ ലഭിച്ച തിരുവിതാംകൂറിന്റെ ലാളിത്യശ്രീക്ക് അഭിനന്ദനങ്ങൾ. ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റിലൂടെ അഞ്ജു പാർവതി പലരെയും കൊത്തുന്നുണ്ട്. ആ കൊത്ത് ശരിക്ക് ഏൽക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.